പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ലോട്ടറി ബിസിനസിനെ കുറിച്ചാണ്. വെറും സാധാരണക്കാരായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്. ഒരു 30 ദിവസം ഒരാൾ ഒരു ടിക്കറ്റ് ആയിക്കോട്ടെ, 2 ടിക്കറ്റ് ആയിക്കോട്ടെ, അല്ലെ 10 ടിക്കറ്റ് ആയിക്കോട്ടെ, ഒരു 30 ദിവസം ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ, ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അയാൾക്ക് 30 ദിവസവും ഒരു 100 രൂപ അല്ലെ 50 രൂപ പോലും കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോട്ടറി ടിക്കറ്റിനോടും മറ്റും ഒരു വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ്. ആ വെറുപ്പ് പിന്നെ അത് പ്രാഗായിട്ട് മാറും, മനംപ്രാഗായിട്ട് മാറും. മനംപ്രാഗ് പിന്നെ അത് ഉച്ചത്തിലുള്ള പ്രാഗായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ലോട്ടറി ടിക്കറ്റ് 40 രൂപയിൽ നിന്നും 50 രൂപയിലേക്ക് പരിഷ്കരിച്ചപ്പോൾ ഒന്നിന്റെ 3-4 സമ്മാനങ്ങളുടെ തുക കൂട്ടി 1000 രൂപ, 100 രൂപ, 500 രൂപ, 50 രൂപ, പുതിയതായിട്ട് 50 രൂപയും കൂടെ ചേർത്ത് പരിഷ്കരിച്ചു. പക്ഷേ 5000 രൂപയുടെ പ്രൈസിന് യാതൊരു വിധ വർധനവുമില്ല. ബേസിക്കലി ഇത് ഒരു വ്യക്തി എടുക്കുന്നത് 5000 രൂപയെ ബേസ് ചെയ്തിട്ടാണ് സാധാരണക്കാരനായ ഒരാൾ ഇതെടുക്കുന്നത്. ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവരിൽ നിന്നും വാങ്ങുന്നവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ 5000 രൂപയെ ബേസ് ചെയ്താണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ അതിനൊരു വർധനവ് വരാതെ ഒരുപാട് വർധനവ് വരുത്തി ഈ 50 രൂപ 100 രൂപ പ്രൈസ് കൂട്ടിയപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിന് ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ലോട്ടറി ടിക്കറ്റുകാര് ഈ ജനങ്ങളെ സമീപിക്കുമ്പോൾ ഒരു വളരെ വെറുപ്പോടു കൂടിയാണ് അവര് സംസാരിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഒരു 4 ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥാനത്ത് എന്തെങ്കിലും ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ടിക്കറ്റ് മാത്രമേ ഇപ്പോൾ ആൾക്കാർ എടുക്കുന്നു. വിറ്റില്ലെങ്കിൽ സർക്കാരിന് നഷ്ടം, വാങ്ങിയില്ലെങ്കിൽ ജനങ്ങൾക്കൊന്നും നഷ്ടപ്പെടാറില്ല. ഇത് നമ്മളുടെ മറ്റേ ഭക്ഷ്യവസ്തുക്കളോ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ചീനിയോ ചക്കയോ മാങ്ങായോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അരിയൊന്നും അല്ലല്ലോ. ഇത് വാങ്ങിയില്ലെങ്കിൽ ജനങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. ഇത് വിറ്റില്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനും ഈ സർക്കാരിനും മാത്രമേ ഇതുകൊണ്ട് നഷ്ടമുള്ളൂ. അതുകൊണ്ട് സത്യസന്ധമായ ഒരു കാര്യം പറയാം, ഇത് സമ്മാനം ഒന്നുകൂടെ പരിഷ്കരിച്ച് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകും. അല്ലെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ ഇത് താറുമാറായി പോകും. അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന തൊഴിലാളികൾ അവർ എന്തുമാത്രം സമ്മർദ്ദം ചെലുത്തിയാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരു ടിക്കറ്റ് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കുന്നു എന്നുള്ളത് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. എന്തെല്ലാം പ്രയാസപ്പെട്ട അവര് വെയിലത്ത് നടന്നും മഴയത്ത് നടന്നും മഴ നനഞ്ഞും റോഡ് സൈഡിൽ കുത്തിയിരുന്നും സ്ത്രീകളും മറ്റു പ്രായമായവരും അംഗവൈകല്യമുള്ള ആൾക്കാർ കുറെ അധികം ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഈ വർധനയിൽ കൂടി ഈ ടിക്കറ്റ് വർധനവിൽ കൂടി അവർക്കും പ്രയോജനമില്ലൊന്നും ഇല്ല. അവർ കമ്മീഷനോ മറ്റു കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടില്ലെന്നുള്ളതാണ് അറിയാൻ കഴിയും. പക്ഷെ ഇത് ആർക്ക്, ഈ ജനങ്ങൾക്കോ തൊഴിലാളികൾക്കോ ഒരു സഹായമില്ലാത്ത ഒരു അവസ്ഥയെ കൂടി അത് മുമ്പോട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായ കാര്യങ്ങളെ ആണ് സംഭവിക്കുന്നത്. വളരെ പ്രതിസന്ധികൾ ഈ ഒരു മേഖല നേരിടേണ്ടി വരും. തൊഴിലാളികളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകും. അതുകൊണ്ട് ദയവായി ഈ പരിഷ്കാരങ്ങളെ വരുത്തിയെങ്കിലും ജനങ്ങളിലേക്ക് സമ്മാനം കിട്ടാത്ത സ്ഥിതി വരുമ്പോൾ അത് ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കും, തൊഴിലാളികളെ ബാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിസ്സാര കാര്യമല്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ നേരിട്ട് ക്രയവിക്രയം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ലോട്ടറി ടിക്കറ്റ്. അത് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോട്ടറി ടിക്കറ്റിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. 5000 രൂപയുടെ പ്രൈസിന് പരിഷ്കാരം വരുത്തുക. ഈ പുതിയതായിട്ട് 50 രൂപയുടെ പ്രൈസ് ഉണ്ടാക്കിയതുപോലെ, അല്ലെ 100 രൂപയുടെ പ്രൈസിന് വർധനവ് വരുത്തിയതുപോലെ, അല്ലെ 500 രൂപയുടെ പ്രൈസിന് വർധനവ് വരുത്തിയതുപോലെ ഈ 5000 രൂപയുടെ പ്രൈസിനും കൂടെ വർധനവ് വരുത്തിയെങ്കിൽ മാത്രമേ ഇത് ശരിയായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇല്ലാത്ത കാലത്തോളം ജനങ്ങളുടെ ഇടയിൽ ഒരു വെറുപ്പ് അനുഭവപ്പെട്ടു വരുന്നുണ്ട്. അവരത് സംസാരിക്കുന്നുണ്ട്. അത് പല ഭാഗത്തും പല രീതിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. ദയവായി ഈ ലോട്ടറി ടിക്കറ്റ് നിലനിന്ന് പോകാനായിട്ട് നല്ല രീതിയിൽ അടിസ്ഥാനപരമായ ഒരു പരിഷ്കരണവും വരുത്തി തൊഴിലാളികൾക്കും ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.